സ്വന്തം ശാരിക എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിങ് പുതിയിടം അമ്പലത്തിൻ്റെ അവിടെ നടക്കണ്ടായി ആ ഭാഗത്ത്. അതിൻ്റെ അപ്പോൾ അന്ന് നാടകം കാണാനായിട്ട് അടൂർബാസി, സുകുമാരി, പിന്നെ സുമിത്ര, വേണുനാഗവള്ളി, അങ്ങനെ തുടങ്ങി പിന്നീട് പ്രശസ്ത ആ സിനിമയിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഈ നാടകം കാണാനുണ്ടായിരുന്നുള്ളൂ. അന്ന് വിജയൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തലേദിവസം ഷൂട്ട് ഇല്ലാത്ത സമയമായതുകൊണ്ട് അവർ വന്നിരുന്നു, അവർ നാടകം കണ്ടു. അങ്ങനെ ഞാൻ എനിക്ക് പ്രീമിയർ കേബിൾസിൽ 1967 ഈ ITIയുടെ ബന്ധത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. സേവറേട്ടൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹം എനിക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് 18-ാം വയസ്സിൽ തന്നെ കറുകുറ്റി പ്രീമിയർ കേബിൾസിൽ ജോലി കിട്ടി. അന്ന് പ്രശസ്തമായ ഒരു കമ്പനിയായിരുന്നു. പക്ഷേ 91 വൈൻഡപ്പായി. കാരണം തൊഴിലാളി പ്രശ്നങ്ങളും പിന്നെ അന്നത്തെ സർക്കാരിൻ്റെ ചില കെടുതികൾ കൊണ്ടാണ് അന്ന് ആ കമ്പനി പൂട്ടപ്പെടേണ്ടി വന്നത്. മാനേജ്മെൻറ്റിൻ്റെ അന്ന് തൊഴിലാളി സമരങ്ങൾ ബോർഡ് സംബന്ധമായിട്ട് ചില കമ്പനി അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ 40 കൊല്ലം സർവീസ് ആകേണ്ട എനിക്ക് 23 കൊല്ലം ജോലി ചെയ്യാനേ സാധിച്ചുള്ളൂ. അപ്പോൾ ആ ജോലി തന്നെ ഇതിനിടയ്ക്കാണ് ഞാൻ 1980 ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ പ്രശസ്തനായ നാടകത്തിൽ ശ്രീകുമാര മോഹൻ, അദ്ദേഹവും മരിച്ചുപോയ നമ്മുടെ ഗുരു കൂടിയായ MK വാര്യർ സാറും കൂടി കാഞ്ഞൂർ ബസ് സ്റ്റോപ്പിൽ എന്നെ കാത്തു. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞോ, തനിക്കിങ്ങനെ സമിതിയുണ്ട്, തനിക്ക് അങ്കമാലി പൗർണമി തനിക്ക് നാടകം കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്നാകെ എനിക്ക് ഒരു തോന്നി. പക്ഷെ ഇവർ വരാനൊരു കാരണം ഉണ്ടായിരുന്നു. 1978 കളമശ്ശേരിയിലെ നീലിമ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ അന്നത്തെ പ്രശസ്തനായ സിനിമാടൻ ജനാർദ്ദൻ്റെ ചേട്ടൻ അഭിനയിക്കുന്ന അദ്ദേഹം, പേര് വിട്ടുപാട്, ഞാൻ പിന്നീട് ഓർത്ത് പറയാം. അദ്ദേഹം പ്രശസ്തനായ നാടകനാണ്. ഈ പെട്ടെന്ന് ഇങ്ങനെ പേരുകളിങ്ങനെ. അപ്പോൾ അദ്ദേഹം നീലിമ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സർവം സഹ എന്ന് പറഞ്ഞ നാടകം, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പ്രശസ്തനായ നാടകനാണ്. നമ്മുടെ NM പിള്ളയുടെ സാറിൻ്റെ ഹോസ്പിറ്റലൊക്കെ അഭിനയിച്ച് നല്ലത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നാടകം ആൽബർട്ടാസിൽ നടക്കുന്നത് ഈ ശ്രീകുമാര മോഹൻ വാര്യർ സാറും ചെയ്യുന്ന നാടകം വന്നത്. അപ്പോൾ എനിക്ക് തിരക്കില്ലാത്ത അങ്ങനെ ഒരു കമ്പനി എക്സിക്യൂട്ടീവ് MD CEO ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ നിന്നിരുന്നത്. അങ്ങനത്തെ ഒരു വേഷമായിരുന്നു. അപ്പോൾ നല്ലൊരു പെർഫോം ചെയ്യാവുന്നൊരു വേഷമായതുകൊണ്ടും പിന്നെ എനിക്ക് ഈ ശബ്ദത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ശബ്ദമുണ്ടായിരുന്നു അത്യാവശ്യത്തിന്. അപ്പോൾ ആ ശബ്ദ ക്രമീകരണം അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് എന്നെ ഈ പൗർണമി തിയേറ്റേഴ്സിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് ഞാൻ 77 ഇവിടെ നിന്ന് നമ്മുടെ അങ്കമാലിയിൽ ഒരു സമിതി ഉണ്ടായിരുന്നു. വിലയ്ക്ക് വാങ്ങുന്ന വിഷം എന്ന് പറഞ്ഞിട്ട് ഈ അന്ന് ഈ മദ്യത്തിൻ്റെ ആസക്തി കൂടിയൊരു സമയം മദ്യ ദുരന്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പറവൂർ വൈപ്പിൻ ദുരന്തം. ആ വൈപ്പിൻ ദുരന്തത്തോടനുബന്ധിച്ച് തിരക്കിലുള്ള ഒരു എഴുതിയാണ് ആ നാടകം. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഓർക്കസ്ട്രയാണ്. ഈ ഇന്നത്തെ പോലെ ടേപ്പിൻ്റെ വർക്കോ അല്ലെങ്കിൽ CD അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. അന്ന് ഓർക്കസ്ട്ര പ്ലേ ചെയ്യണം. വയലിനിസ്റ്റ് ഉണ്ടാവും, ഫ്ലൂട്ട് അല്ലെങ്കിൽ ഗിറ്റാറ്, പിന്നെ ഹാർമോണി, പിന്നെ പാട്ടുകാരുണ്ടാവും. അപ്പോൾ ഒരു വണ്ടി എന്ന് പറയുന്നത് മെറ്റഡോറിൻ്റെ പഴയ ഒരു സമയത്ത് ഒരു ചെറിയ മെറ്റഡോർ ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു വണ്ടി കുറച്ച് ആ വണ്ടിയിൽ 10-22 ആൾ കുത്തി നിറച്ചാണ് അന്ന് നാടകങ്ങൾ. ആ നാടകം 38ഓളം നാടകങ്ങൾ കളിച്ചുള്ളൂ. പിന്നെ ശാന്തി തീരം എന്ന് പറഞ്ഞിട്ടൊരു നാടകം ഇതിന് മുമ്പ് കളിച്ചിരുന്നു, ഈ നീലിമ തിയേറ്റേഴ്സിൽ കളിക്കുന്നതിനൊക്കെ മുമ്പ്. പിന്നീട് ഈ പൗർണമി തിയേറ്റേഴ്സിൽ വരുന്നത് തീർത്ഥാടനം നാടകം, ശ്രീകുമാര മോഹൻ്റെ നാടകം, വാര്യർ സാറ് സംവിധാനം. അങ്ങനെ ശ്രീമൂലത്ത് വെച്ചാണ് അതിൻ്റെ റിഹേഴ്സൽ കാര്യങ്ങൾ. അന്നത്തെ രസം എന്ന് പറഞ്ഞാൽ റിഹേഴ്സൽ, ഇപ്പൊക്കെ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ എടുത്തിട്ട് അതിനകത്ത് അതൊക്കെ സീൽ ചെയ്തമാരെ വെച്ച് ആരെയും കടക്കാതെ അനുവാദമുള്ളവർക്ക് മാത്രം വന്ന് കയറി കാണാവുന്നൊരു സംഭവമൊക്കെ ആക്കി. അന്ന് ഞങ്ങൾ ശ്രീമൂലത്ത് ഒരു ബക്കറ്റ് കമ്പനി ഉണ്ടായിരുന്നു അവിടെ ശ്രീമൂലം. അപ്പോൾ ബക്കറ്റ് കമ്പനി ഉണ്ടോ ഇല്ലെന്ന് എനിക്ക്.
ആ ശ്രീമൂല ഇറക്കത്തുമ്പോൾ കിണറിൻ്റെ അവിടെ നിന്ന് നിങ്ങളുടെ ഇടാടേക്ക് ആ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ആ കമ്പനിയുടെ അവിടെ എൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ വെച്ചാണ് റിഹേഴ്സൽ. അപ്പോൾ കുറേ കുട്ടികളും ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ വന്ന് വലിയൊരു ക്രൗഡ് ഉണ്ടാവും. ഒരു 10-50 ആളെങ്കിലും മിനിമം ഉണ്ടാവും ഒരു റിഹേഴ്സൽ സമയത്ത്. മിക്കവാറും പേരൊക്കെ ഈ ജോലിക്കാരായതുകൊണ്ട് വൈകുന്നേരങ്ങളാണ് അന്ന് റിഹേഴ്സൽ നടത്തിയിരുന്നത്. അന്ന് 3 നടിമാരെ വെച്ച്, അന്ന് നടിമാരൊക്കെ സുലഭമാണ്. നൃത്തമാരെ ഇന്ന് നാടകം എന്ന് പറയുന്നത് ആർക്കും നാടക നടിമാര് തൊഴിലായിട്ട് സ്വീകരിക്കുന്നവർ വരും. അവർക്ക് കനത്ത അഡ്വാൻസും അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചിട്ടാണ് അവർ വരുന്നത്. അന്നെന്ന് പറയുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നാടകം കളിക്കണമെന്ന് പറഞ്ഞാൽ ഒരു വരും. അപ്പോൾ ഈ ചങ്ങനാശ്ശേരിക്കാർ ഒരു ചെത്തിപ്പുഴ ലീലാമ, പിന്നെ അതുപോലെ തന്നെ മൂലമറ്റത്തുനിന്ന് ഒരു ഗീത, പിന്നെ നമ്മുടെ സുരേന്ദ്രബാബു എന്നൊരു നടനുണ്ടായിരുന്നു ശ്രീമൂലാറ്റ് കേരള, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീല, അങ്ങനെ 3 പേര് നല്ല സുന്ദരികളായിരുന്നു. അപ്പം എന്തെന്ന് പറയുന്ന ഇതിനൊരു പ്രധാന കാരണം വെച്ചാൽ നാടകം തുടങ്ങുന്നതിന് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ആളുകളൊന്നും ശ്രദ്ധിക്കും. ഇന്നത്തെ വരെയല്ലേ ഇപ്പം ആരും അത്ര സിനിമാടന്മാരോ ഒന്നാലും ശ്രദ്ധിക്കാത്തൊരു കാലഘട്ടം. പണ്ടങ്ങനെയല്ല, ഒരു നാടക വണ്ടി വന്നു കഴിഞ്ഞാൽ പള്ളി പരിസരത്തോ അല്ലെങ്കിൽ ക്ഷേത്ര സ്ഥലത്തോ ഒക്കെ വന്ന് നിൽക്കുമ്പോൾ ആളുകൾക്ക് വരും ഈ നാടകത്തിൽ നടിമാരെങ്ങനെയാണ് നോക്കാനായിട്ട് വരും. അപ്പൊ ഈ 3 നടിമാരും നല്ല ഭംഗിയുള്ള ആൾക്കാരായതുകൊണ്ടാവും. അപ്പൊ നാടകം കലക്കൂട്ടോ, ഒരു സംശയവും വേണ്ട, നാടകം കലക്കി ഉഗ്രനായിരിക്കും. നാടകം കാണുന്നതിന് മുമ്പ് ഒരു വിധി കഴിയും. അപ്പോൾ അവിടുന്ന് ഈ തീർത്ഥാടന നാടകം ഒരു 141ഓളം നാടകം കളിച്ചു. അത് നമ്മുടെ പിന്നെ അതിനകത്ത് തീർത്ഥാടന നാടകത്തിൽ കാഞ്ഞൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂൾ, അന്ന് ഫാസും കാസും 2 സൊസൈറ്റികളുണ്ടായിരുന്നു 81. അപ്പോൾ അവിടെ ഫാസിൻ്റെ ഇതിലാണ് ഞങ്ങൾ നാടകം കളിച്ചത്. അത് നമ്മുടെ സ്വന്തം ശാരിക എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിങ് പുതിയടം അമ്പലത്തിൻ്റെ അവിടെ നടക്കണ്ടായി ആ ഭാഗത്ത്. അതിൻ്റെ അപ്പോൾ അന്ന് നാടകം കാണാനായിട്ട് അടൂർബാസി, സുകുമാരി, പിന്നെ സുമിത്ര, വേണുനാഗവള്ളി, അങ്ങനെ തുടങ്ങി പിന്നീട് പ്രസിദ്ധ ആ സിനിമയിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഈ നാടകം കാണാനുണ്ടായിരുന്നുള്ളൂ. അത് വിജയൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തലേദിവസം ഷൂട്ട് ഇല്ലാത്ത സമയമായതുകൊണ്ട് അവർ വന്നിരുന്നു. അവർ നാടകം കണ്ടു. പിന്നെ അവരെ ഒന്നും പരിചയപ്പെടാൻ സാധിച്ചില്ല. അന്ന് 2ാം കളി ഉണ്ടായിരുന്നു തുരുത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് പെരുമ്പാവൂർ. അവിടേക്ക് നാടകത്തിന് പോകുന്നതുകൊണ്ട് ഇവരൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേ ദിവസം അടൂർവാസി നാടകക്കാരെ കാണണമെന്ന് താല്പര്യപ്പെട്ടു. ഞങ്ങൾ പിറ്റേ ദിവസം പുറത്തുനിന്ന് മുങ്ങിയടിയിലൊക്കെ അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ ചെന്നു. അപ്പോൾ ഈ ഗ്യാങ്ങൊക്കെ ഉണ്ട് അവിടെ, സുമാരിയൊക്കെ ഉണ്ട്. അവരെയൊക്കെ വന്നു ഇന്നലത്തെ നാടകത്തിൻ്റെ ആള്. അപ്പം ഞാൻ അതിനകത്തൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു വേഷമായിരുന്നു. അപ്പോൾ MK വാര് മന്ത്രിയുടെ അച്ഛനായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു അലിയാര നാടകത്തിലുണ്ട്. അന്ന് അലിയാര ഈ ഹരിജൻ MLA തോട്ടാശ്ശേരി എന്ന് പറഞ്ഞിട്ട് ആളായിരുന്നു. അത് അന്ന് ഈ പേപ്പറിലൊക്കെ ഈ ഹരിജനങ്ങൾക്കൊക്കെ ബലാത്സംഗം ചെയ്ത് 5000 രൂപ അങ്ങനെ കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതൊക്കെ പറയുമ്പോൾ ഭയങ്കര മിക്കവാറും ഈ പേപ്പറായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സംഭവങ്ങളാണ് ഉണ്ടായിരുന്നു. പക്ഷേ ആ നാടകത്തിന് ഭയങ്കര അപ്ലോസായിരുന്നു. 141ഓളം സ്റ്റേജ് ആ നാടകം കളിച്ചു. പിന്നീടാണ് അഷ്ടബന്ധം നാടകം വരുന്നത്. അപ്പോൾ പൗർണമിയായിട്ട് അത് അവസാനം ഈ പൗലോസ് സിനിമയിലുണ്ട്, ധാരാളമുണ്ട്. പുളിയനും പൗലോസ് എന്നാണ്. ഈ പുളിയനും പൗലോസാണ് എൻ്റെ പേരും മത്തായിന് മാത്രമേ കൊടുത്തു. പുള്ളിയല്ലാതെ കിടക്കട്ടെ ഒരു കാഞ്ഞൂർ മത്തായിലാകട്ടെ എന്ന് പറഞ്ഞ പുള്ളിയായിട്ട് എനിക്ക് അങ്ങനെ ഒരു വാലും കൂടി എൻ്റെ പുറകിലിട്ട് ചേർത്ത് വെച്ചത്. അത് ഒരു കണക്കിന് നന്നായി. അപ്പോൾ കാഞ്ഞൂരിൻ്റെ ഒരു ഇതുണ്ടായി. എനിക്കും പെട്ടെന്ന് ഇങ്ങനെ ആളുകൾ ചെറിയൊരു അവസരം കൂടിയായി. ഒരു മത്തായി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്രയോ മത്തായിമാർ കിടക്കുന്നു. ഇപ്പം മത്തായിമാരില്ല. കാഞ്ഞൂരായിട്ട് 2-3 പേരായിട്ട് ഉള്ളൂ. അപ്പോൾ പണ്ട് അങ്ങനെ മത്തായിമാരും ഉള്ള സമയത്ത് അപ്പം പുള്ളി പറഞ്ഞ അങ്ങനെ വെറും മത്തായി ഇടണ്ട, ഇങ്ങനെ കാഞ്ഞൂർ മത്തായി നീട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടൈറ്റിൽ അങ്ങനെ ഉണ്ടായ കാര്യം അതാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു ഈ യവനിക ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെയാണ് ഈ യവനിക ഉണ്ടായത്. ആലുവ യവനിക. അപ്പോൾ വാര്യർ സാറ്, മോഹൻ, ഞാൻ, അലിയാർ, ഞങ്ങൾ കൂടി അഷ്ടബന്ധം എന്ന് പറയുന്ന മോഹൻ്റെ തന്നെ നാടകം. ആ നാടകം ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യുമ്പോഴും നേരത്തെ ആ ബക്കറ്റ് കമ്പനിയുടെ അവിടെ തന്നെയായിരുന്നു. അന്ന് കുറച്ചും കൂടി ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റാണ് അതിനകത്ത്. ഒരു വിഗ്രഹം, ഒരു മുസ്ലിമിൻ്റെ മറ്റേ കിണറ്റിനകത്ത് ഒരു വിഗ്രഹം കൊണ്ടുവന്നിടുകയും, അപ്പോൾ അതിനകത്ത് വാര്യർ സാറ് യാഥാസ്ഥികനായിട്ടുള്ളൊരു ഹാജിയാരാണ്. ആ ഹാജിയാരുടെ അനിയനൊരു സാറാണ് യവനിക ഗോപാലകൃഷ്ണൻ്റെ. അവനൊരു മനപരിവർത്തനം വന്നിട്ട് പുള്ളി ഹിന്ദു ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും
ഈ വിഗ്രഹം കൊണ്ടായിട്ട് ഒരു ജോഡി എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ഒരു ഇതാണ് ബഷീർ എന്ന വേഷം കളിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ, സംഘർഷം ഉണ്ടാകുന്ന, അവസാനം മതമൈത്രിയെ കുറിച്ച് പറയുന്ന ഒരു ഷാരടി മാസ്റ്റർ എന്ന് പറയുന്ന ചെറുകാടിനെ അനുസ്മരിക്കുന്ന ഒരു വേഷമായിരുന്നു എനിക്ക്. അതിനകത്ത് ഒരു ഹെവി വേഷം തന്നെയായിരുന്നു എനിക്ക് കിട്ടിയത്. ആ ഷാരടി മാസ്റ്ററിൽ കൂടിയാണ് ഞാൻ പിന്നെ അതിനുമുമ്പ് സ്വാതന്ത്ര്യ സമര സേനാനിയെ കളിച്ചു. അപ്പോൾ എനിക്ക് ഒരു ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻ്റെ ഒരു 11 നാടകങ്ങൾ ചെന്നു ഞാൻ. ഈ 11 നാടകത്തിൽ ഒരു നാടകത്തിൻ്റെ ഒഴിച്ച് ബാക്കി 10 നാടകങ്ങളിലും ഏറ്റവും പ്രധാന വേഷത്തോട് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന വേഷമാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾക്ക് തിരിച്ചറിയാനും സാധിച്ചു. ആ വേഷങ്ങൾ മിക്കവാറും ഞാൻ വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നെ വയ്ക്കില്ലല്ലോ. പിന്നെ ഞാൻ 81 തൃശ്ശൂർ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡീഷൻ കഴിഞ്ഞു. മറ്റേ ആദ്യം ചെല്ലുമ്പോൾ സി ആണ് മറ്റേ ഗ്രേഡ് തരുന്നത്. ആ സി ഗ്രേഡിൽ നിന്നു 86 ഞാൻ ബി ആയി, 87 ബി ഹൈ ആർട്ടിസ്റ്റായി. എ ഗ്രേഡിൻ്റെ തൊട്ട് താഴെയുള്ളതാണ്. അങ്ങനെ ഞാൻ ഒരു 100 ജില്ലാ നാടകങ്ങൾ ചെയ്തു. പിന്നെ FM കൊച്ചിയിൽ കുറച്ച് നാൾ അവിടെയും പല നാടകങ്ങളും ചെയ്തു. അന്ന് അതിപ്രശസ്തരായ കേരളത്തിലെ നമ്മുടെ മറ്റേ ഇദ്ദേഹം നമ്മുടെ പിറവിനകത്ത് അഭിനയിച്ച നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെ പേര് പ്രേംജി. പ്രേംജി, അതുപോലെ തന്നെ ഈ പേരുകൾ പലവരും വിട്ടുക. പിന്നെ നമ്മുടെ തൃപ്പൂണിത്തറ ഉണ്ടായിരുന്ന MS തൃപ്പൂണിത്തറ, പിന്നെ NF വർഗീസ്, രാജൻ പി ദേവ്, പിന്നെ പ്രേമേന്ദ്രൻ അതുപോലെ തന്നെ തൃശ്ശൂർ LC, ലില്ലി, പിന്നെ പലരുടെയും പേരിങ്ങനെ വിട്ടു പോവാ, ഓർമ്മ അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ പ്രശസ്ത നാടകത്തിലും സിനിമയിലുള്ള NF വർഗീസിനെ പോലുള്ള പ്രശസ്തരായ ആളുകളുടെ കൂടെ ഒരു 10-20ഓളം നാടകങ്ങൾ എനിക്ക് സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെയും ഒരു 4-5 നാടകം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വേഷം കിട്ടി. ശബ്ദമാണല്ലോ റേഡിയോ സംബന്ധിച്ച് പ്രധാനമായിട്ടും, പിന്നെ അതിൻ്റെ മോഡുലേഷൻസൊക്കെയാണ് പ്രധാനമായിട്ടും റേഡിയോയിൽ നോക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ സ്റ്റേജിൽ വരുമ്പോൾ ഇപ്പം എന്നെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ടുള്ള IG-യുടെ വേഷം കൊണ്ടുവന്ന് എനിക്ക് തന്നെ അങ്ങനെ ഇരിക്കും. അത്രയും അങ്ങനെയാണ് തോന്നൂല. കാരണം എന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വരെയായിരിക്കും, എന്നാലും അത്രയും എന്ത് IG എന്ന് ചിലപ്പോൾ ചോദിച്ചു കളയാം. പക്ഷേ റേഡിയോയിൽ അങ്ങനെയല്ലല്ലോ, ശബ്ദം മാത്രമല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ വേഷങ്ങൾ എനിക്ക് കളിക്കാനും അവസരം കിട്ടി റേഡിയോയിൽ.